ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ പിറക്കാത്ത മകന് എന്ന കവിതയുടെ ആശയം. പിറന്ന മകന് നമ്മൾ പിറന്ന നാളുകൾ ആഘോഷിക്കുന്നവരാണ്. ജന്മദിനം വളരെ കെങ്കേമമായിട്ട് കൊണ്ടാടുന്നവരാണ് മലയാളികൾ. അങ്ങനെയുള്ളപ്പോൾ പിറക്കാത്ത മകന് ആശംസ നേരുന്ന, അല്ലെങ്കിൽ ആ മകനു വേണ്ടി മകനെ പിറക്കരുത് എന്ന് പറയുന്ന ഒരാശംസ നമുക്ക് വളരെ വൈരുദ്ധ്യമായിട്ട് തോന്നാം. ലോകാവസാനം വരേക്കും പിറക്കാതെ പോകട്ടെ എന്നാണ് പറയുന്നത്. കാരണം നരകങ്ങൾ വാ പിളർക്കുമ്പോൾ എരിഞ്ഞു വിളിക്കുവാൻ എനിക്കാരുള്ളൂ നീയല്ലാതെങ്കിലും. പുത്രദുഃഖത്തെ ത്രാണനം അല്ലെങ്കിൽ പിതൃദുഃഖത്തെ ത്രാണനം ചെയ്യുന്നവനാണ് പുത്രൻ. അങ്ങനെ ഒരു ആഗ്രഹം പോലും തനിക്ക് അവശേഷിപ്പിക്കുവാൻ സാധിക്കില്ല. കാരണം തൻ്റേതായിട്ട് ഈ ലോകത്ത് മകന് കൊടുക്കാൻ ഒന്നുമില്ല, പ്രതീക്ഷകളുമില്ല. അന്യരെല്ലാം വെട്ടിപ്പിടിച്ച് കഴിഞ്ഞിരിക്കുന്നു, പിറക്കാൻ ഇടമില്ലാതായിരിക്കുന്നു. ഓരോ ദിവസവും സങ്കീർണമായിക്കൊണ്ടിരിക്കുന്നു. നല്ലതൊന്നും തന്നെ ബാക്കി വയ്ക്കാനില്ല എൻ്റെ ഈ ശിഷ്ടജന്മത്തിൽ എന്നാണ് പറയുന്നത്. ഇഷ്ടദാനം നിനക്കേകുവാൻ വയ്യ എനിക്ക്. കാരണം ദുഷ്ടജന്മത്തിൻ്റെ, എൻ്റെ തന്നെ ഒരു ദുഷ്ടജന്മമാണ്, അതിൻ്റെ ശിഷ്ടമല്ലേ നിനക്ക് തരാനുള്ളൂ. അതുകൊണ്ട് നീ ജനിക്കണ്ട എന്ന് ക്രൂരമായ ഒരു ആഗ്രഹമാണ് കവി പറയുന്നത്. കവിയുടെ പൈതൃകം അതാണ്. ദാരിദ്ര്യം നിറഞ്ഞൊരു പൈതൃകമാണ് തനിക്കുള്ളത്. അങ്ങനെയുള്ള താൻ എന്ത് ഭാവിയാണ് തൻ്റെ മകന് നൽകാൻ ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ തൃഷ്ണകളുണ്ട് എനിക്ക്, കുറേ ആഗ്രഹങ്ങൾ, ജീവിത തൃഷ്ണകൾ മാത്രമേ ഉള്ളൂ. അക്ഷരമാല പഠിച്ച് കഷ്ടനഷ്ടങ്ങളെ കൂട്ടി വായിക്കുകയാണ് ഞാൻ. ജീവിതത്തിലെ കഷ്ടവും നഷ്ടവും എണ്ണിക്കൂട്ടിയാൽ നഷ്ടവും കഷ്ടങ്ങളും മാത്രമേ ഉള്ളൂ, ലാഭവും നേട്ടങ്ങളും ഒന്നും തന്നെയില്ല എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് മരണം കാത്തു കിടക്കുന്ന എനിക്ക് നിനക്ക് തരാനും ആ മരണം മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു നിരാശാജനകമായ ഒരു ചിന്തയാണ് ഈ കവിതയുടെ പശ്ചാത്തലം. അതുകൊണ്ട് സ്വാതന്ത്ര്യത്തിനായിട്ട് വളരെയധികം ആഗ്രഹമുണ്ട്. കവിയുടെ എല്ലാ കവിതകളിലും അങ്ങനെ ഒരു ആഗ്രഹം കാണാം. പക്ഷേ ആ സ്വാതന്ത്ര്യത്തിലേക്ക് നടന്നു പോകാനുള്ള തൻ്റെ ഇടമില്ലായ്മ, അതൊരു പക്ഷേ ദാരിദ്ര്യമായിരിക്കാം, കഴിവില്ലായ്മയായിരിക്കാം എന്നൊക്കെയാണ് നമുക്ക് പറയാൻ പറ്റുക. അതുകൊണ്ട് പിറക്കാത്ത മകനെ അഭിസംബോധന ചെയ്യുമ്പോൾ അത് തീക്ഷ്ണമായ ബിംബങ്ങളിലൂടെ ക്രൂരമായ ഒരു കാലത്തെ അടയാളപ്പെടുത്തുന്നു. കുറേ ബിംബങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും. ഒന്ന്, ഗർഭത്തിലെ കണ്ണു പൊട്ടിയ വാക്കുകൾ, അറ്റുതെറിച്ചു വീണ പെരുവിരൽ, ചക്രവേഗങ്ങൾ ചതച്ച പാദങ്ങൾ, രക്തക്കളങ്ങളിലെ കങ്കാള കേളി, ഇതൊക്കെ മനസാക്ഷിയുടെ ശരശയ്യ, ഇങ്ങനെയുള്ള ബിംബങ്ങൾ. ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു സുഖവും തോന്നുന്നില്ല. ഒരുപാട് ചോദ്യചിഹ്നങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് അശുഭകരമായ ചിന്തകളാണ് നമുക്ക് ഈ വാക്കുകൾ സമ്മാനിക്കുന്നത്. രക്തക്കളങ്ങളിലെ കങ്കാള കേളി എന്ന് പറയുമ്പോൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന അക്രമവും കുറ്റകൃത്യങ്ങളും കൊലപാതകങ്ങളും നിറഞ്ഞ ഈ ഭൂമിയിൽ ജനിക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് എന്ത് സുരക്ഷയാണുള്ളത് എന്നുള്ളത് നമ്മളെ കാട്ടിത്തരുന്നു. മനസാക്ഷിതൻ ശരശയ്യ എന്ന് പറയുമ്പോൾ മനസാക്ഷി മരവിച്ച ഒരവസ്ഥയിലാണെന്ന് മനുഷ്യർ പോലും ജീവിക്കുന്നത്. മനസാക്ഷി എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് മുൾക്കുരിശുമേന്തി മുടന്തിയുള്ള ഒരു ജീവിതമാണിന്ന് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ബിംബങ്ങളെല്ലാം തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു നേർക്കാഴ്ച വളരെ ഒതുക്കി പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് സൃഷ്ടിദാഹത്തെ കെടുത്തിക്കളയുകയാണ് താൻ. ജനിക്കണ്ട എന്നാണ് പറയുന്നത്. ജനിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നുള്ളതാണ്. അപ്പോൾ അറിഞ്ഞതിൽ പാതി പറയാതെ പോയി, പറഞ്ഞതിൽ പാതി പതിരായും പോയി എന്ന് പറഞ്ഞതുപോലെ അറിഞ്ഞതും അറിഞ്ഞുകൊണ്ടിരിക്കുന്നതും ഒന്നും ശുഭകരമല്ല. അതുകൊണ്ട് ഇപ്പോൾ ഈ നിർഭാഗ്യങ്ങളെല്ലാം തന്നെ ജീവിത അനുഭവങ്ങളായിട്ട് കണക്ക് കൂട്ടിയിട്ട് അത് മക്കൾ പോലും ഇന്നത്തെ തലമുറയിൽ വേണ്ട, അത് അവർക്ക് ശുഭകരമല്ല എന്നൊക്കെയുള്ളൊരു കണ്ടെത്തലാണ് പിറക്കാത്ത മകന് എന്ന കവിതയിൽ ബാലചന്ദ്രൻ ചുള്ളിക്കാട് പറഞ്ഞു വച്ചിരിക്കുന്നത്. അത് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ആ സത്യസന്ധമായ ഒരു ആവിഷ്കാരം കൂടിയാണ് ഈ കവിത.